ഒരു ആശയത്തിന് എങ്ങനെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയും? ലോകത്തൊരു കമ്മ്യൂണിസ്റ്റ് ആശയം നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയുമോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ? കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് അത് എവിടെയൊക്കെ അത് അപ്ലൈ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ആളുകളെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന ഒരു സാധനമാണ്. അതാണ് ലോക ചരിത്രം. കമ്മ്യൂണിസ്റ്റ് ആശയത്തിലൂടെ പോയതിന്റെ പേര് വിജയിച്ചിട്ടുള്ള സാധനം പറയും, ഒരു പഞ്ചായത്തിന്റെ പേര്. കമ്മ്യൂണിസത്തിൽ മാർക്സിസത്തിൽ നിന്ന് എടുത്തു വെച്ചു എന്നതിന്റെ പേരിൽ ഈ കേരളത്തിന് ഉണ്ടായിട്ടുള്ള ഒരു ഗുണം പറയും. എഡ്യൂക്കേഷൻ സിസ്റ്റം ഏത് പോലീസുകാരനെ അറിയാൻ പറഞ്ഞത്? കേരള എഡ്യൂക്കേഷനിൽ എങ്ങനെ ഇത്ര മുമ്പോട്ട്? പക്ഷെ എനിക്ക് ആളെ മനസ്സിലായി. ആ മനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. കേരളം എങ്ങനെ എഡ്യൂക്കേഷനിൽ വന്നത് ഒന്ന് പറയും. അതിലൊക്കെ പിറകിൽ ഒരുപാട് മൂവ്മെന്റ് ഉണ്ട്. സൈക്കോളജിക്കൽ മൂവ്. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇപ്പൊ കേരളം ഇംപ്രൂവ് ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചതുകൊണ്ടാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഭരിച്ചു എന്നുള്ളതല്ല, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അതിനെ എടുത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ കമ്മ്യൂണിസ്റ്റുകാർ നിന്നിരുന്ന സ്ഥലമല്ലേ വെസ്റ്റ് ബംഗാൾ? അവിടെ എന്തുകൊണ്ടാണ് ഇത് വിജയിക്കാൻ? താങ്കൾ വീണ്ടും വീണ്ടും ഫൂൾ ആയിക്കൊണ്ടിരിക്കുവല്ലേ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? വെസ്റ്റ് ബംഗാളിൽ വിജയിച്ചില്ലെന്ന് ആരാ പറഞ്ഞു? വെസ്റ്റ് ബംഗാളിൽ വിജയിച്ചിട്ടുണ്ടോ? വെസ്റ്റ് ബംഗാളിൽ വിജയം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ വിജയമാണോ ആരിഫ് ഹുസൈൻ? അല്ലല്ല, അവിടെ ആളുകൾക്ക് കേരളത്തിലെ അതേ സ്റ്റാൻഡേർഡ്സ് കിട്ടാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ എന്ത് ചെയ്യും? എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നേരെ തിരിച്ച് ആരിഫ് ഹുസൈൻ കാണേണ്ടത് ബംഗാളിൽ ഇന്നും ബിജെപിക്ക് എന്തുകൊണ്ടാണ് അധികാരം പിടിക്കാൻ പറ്റാത്തത്? ബിജെപി ഇപ്പൊ വന്നതല്ലേ? അവിടെ ഏതാണ്ട് 10-40 വർഷം ഭരിച്ചത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ തുടർച്ചയായിട്ട്? എന്നിട്ട് എന്തുകൊണ്ട് കേരളം പോലെ കേരളത്തിനെ കവച്ചു വെക്കുന്ന രീതിയിൽ ഒരു ഡെവലപ്മെന്റ് വന്നില്ല? വെസ്റ്റ് ബംഗാളിൽ എന്താ പ്രോബ്ലം? ഒരു പ്രോബ്ലം ഇല്ല വെസ്റ്റ് ബംഗാളിൽ. അവിടുത്തെ വിദ്യാഭ്യാസം എങ്ങനെ, ലൈഫ് സ്റ്റാൻഡേർഡ്സ് എങ്ങനെ, സസ്റ്റൈനബിൾ ഇൻഡെക്സിന്റെ വാല്യൂ എങ്ങനെയാണ്, ഇവിടുത്തെ ഹെൽത്ത് കെയർ എങ്ങനെയാണ്, സോഷ്യൽ ഇൻഡെക്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്, അവിടുത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് എങ്ങനെയാണ്, അവിടുത്തെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് HDI എങ്ങനെയാണ്? പറയൂ. കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നുള്ളത് തന്നെയാണ്. തനിക്ക് ഈ കണ്ടവന്റെ ആസനം താങ്ങുന്ന ഏർപ്പാട് നിർത്തി വേറെ വല്ല പണിയുണ്ടോ നോക്കുന്നില്ല. പറ, എത്ര രൂപ വേണം ഈ ശിഖണ്ഡിയുടെ വേഷം വലിച്ചെറിഞ്ഞ് ഇനിയുള്ള കാലം ആണുങ്ങളെ പോലെ ജീവിക്കാൻ? പറ, എത്ര ലക്ഷം മാധവൻ ഉണ്ണി തരും? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. അതായത് കംപ്ലീറ്റ് ചെയ്യട്ടെ. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. ഇന്ന് ലോകത്ത് ഹിറ്റ്ലർ ആളുകളെ കൊന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ പട്ടിണിക്കിട്ട് കൊന്നിട്ടുള്ള ഒരു ആശയം ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസമാണ്. അത്രമാത്രം ഒരു ഫാഷിസ്റ്റ് ആശയമാണ് ഈ പറയുന്ന കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്കറിയോ? അതൊരു 4ാം മതമാണ്. ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? മല്ലയാ, ഞാൻ പോകണേ.